ഹരേ കൃഷ്ണ. ഇനി അടുത്ത നമുക്ക് 12ാമത്തെ ശ്ലോകം നോക്കാം. അടുത്ത 2 ശ്ലോകങ്ങളിലൂടെ ശൗനകാദി മഹർഷിമാരുടെ ചോദ്യങ്ങൾ കഴിയുകയാണ്. അതിനുശേഷം പിന്നെ സൂതൻ മറുപടി പറഞ്ഞു തുടങ്ങുകയാണ്. നമുക്ക് 12ാമത്തെ ശ്ലോകം നോക്കാം. യ ഉത്തമ ശ്ലോക പരായണാ ജനാ ജീവന്തിനാത്മാർത്ഥമസൗ പരാശ്രയം. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമ ശ്ലോക പരായണാ ജനാ ജീവന്തിനാത്മാർത്ഥമസൗ പരാശ്രയം മുമോച നിർവിദ്യ കുതഃ കളേബരം. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ. ശിവായ എന്ന് പറഞ്ഞാൽ ശിവത്തിനായിക്കൊണ്ട്, സുഖത്തിനായിക്കൊണ്ട്, ക്ഷേമത്തിനായിക്കൊണ്ട്, ലോകസ്യ ലോകത്തിൻ്റെ, ഭവായ സമൃദ്ധിക്കായിക്കൊണ്ടും, ഭൂതയെ ഐശ്വര്യത്തിനായിക്കൊണ്ടും. അപ്പോൾ ലോകത്തിൻ്റെ സുഖത്തിനായിക്കൊണ്ടും സമൃദ്ധിക്കായിക്കൊണ്ടും ഐശ്വര്യത്തിനായിക്കൊണ്ടും യ ഉത്തമ ശ്ലോക പരായണ. യഹ യേ ഉത്തം യേ എന്ന് പറഞ്ഞാൽ ആരായിരുന്നാലും അവർ ഉത്തമ ശ്ലോക പരായണ, ഈശ്വരനെ സർവാത്മന ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ളത് ആളുകളത് ആരായിരുന്നാലും, ജന എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ ആരായിരുന്നാലും ജീവന്തി ജീവിക്കുന്നു, നാത്മാർത്ഥമസൗ ന ആത്മാർത്ഥം അസൗ, ഇങ്ങനെ 3 വാക്കുകളാണ് അതിലുള്ളത്. ന എന്ന് പറഞ്ഞാൽ അല്ല, ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ അവനവന് വേണ്ടിയിട്ടല്ല അങ്ങനെയുള്ളവർ ജീവിക്കുന്നത്. അസൗ, ഇവിടെ ഈ രാജാവ് പരാശ്രയം, അന്യർക്ക് ആശ്രയമായിരിക്കുന്ന, മുമോച ഉപേക്ഷിച്ചു, നിർവിദ്യ നിർവേദിച്ചിട്ട് അല്ലെങ്കിൽ നിർവേദം പ്രാപിച്ച്, കുത കളേവരം. കുത എന്ന് പറഞ്ഞാൽ എന്ത് കാരണം കൊണ്ടാണ് കളേവരം ശരീരത്തെ ഉപേക്ഷിച്ചത്. ഭഗവാനെ സർവാത്മന ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാരൊക്കെ ഈ ലോകത്തിൻ്റെ സുഖത്തിനും സമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഒക്കെ വേണ്ടിയിട്ട് ജീവിക്കുകയാണ്. അവരൊരിക്കലും അവർക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു നാടിനു മുഴുവൻ, ഒരു രാജ്യത്തിനു മുഴുവൻ ആശ്രയമായിരിക്കുന്ന, അന്യർക്ക് ആശ്രയമായിരിക്കുന്നത് ഒരു രാജാവാണ്, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, രാജ്യത്തെ സർവ്വജനങ്ങൾക്കും ആശ്രയമായിരിക്കുന്നത്. അങ്ങനെയുള്ള ഹസ്തിനപുരിയിലെ ചക്രവർത്തിയായിരുന്ന പരീക്ഷിത്ത് മഹാരാജാവ് അന്യർക്കാശ്രയമായ തൻ്റെ ഈ ശരീരത്തെ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? ശരി, അദ്ദേഹത്തിന് ധനാദി വിഷയങ്ങളിലുള്ള ആസക്തി ഇല്ലാതെയായതുകൊണ്ട് അതിനോട് ആശയറ്റവനായി തീർന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ ലോകത്തിൻ്റെ, താൻ ഭരിക്കുന്ന രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തെ നോക്കാതെ ഈശ്വര വിചാരത്തോടുകൂടി ജലപാനം പോലും ഉപേക്ഷിച്ച് ശരീരത്തെ ഉപേക്ഷിക്കുവാൻ തയ്യാറായത്, പ്രായോപവേശം ചെയ്യുവാൻ തയ്യാറായത്, അതിൻ്റെ കാരണം എന്താണ്? എന്ത് കാരണത്താലാണ് ഭഗവാൻ ഈ പരീക്ഷിത്ത് മഹാരാജാവ് അങ്ങനെ ചെയ്തത്? അതൊന്ന് പറഞ്ഞു തരണം, ഞങ്ങൾക്കതൊന്ന് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നിവിടെ പറയുകയാണ്.
നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശിവായ ലോകസ്യ ഭവായ ഭൂതയേ യ ഉത്തമശ്ലോകപരായണാ ജനാ ജീവന്തിനാത്മാർത്ഥമസൗ പരാശ്രയം മുമോച നിർവിദ്യ കുതഃ കളേബരം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ജനാഹ്, അവിടെ ദീർഘവുമുണ്ട് വിസർഗവുമുണ്ട്. അകാരം നീട്ടിയെടുക്കണം. പകുതി ഹകാരത്തിൽ വായിക്കുകയും വേണം. പിന്നെ അടുത്തത് നാത്മാർത്ഥമസൗ. ന ആത്മാർത്ഥം അസൗ ആണ്. ന ആത്മാർത്ഥം അസൗ, മായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ കുത എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട്. പകുതി ഹകാരത്തിൽ വായിക്കുക. പിന്നെ ചില ഗ്രന്ഥങ്ങളിൽ കളേബരം എന്നും കളേവരം എന്നും കാണാം. രണ്ടും ശരിയാണ്. ഇനി അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. തത്സർവം ന സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതമന്യത്ര ഛാന്ദസാത്. തത്സർവം, തത് എന്നാൽ അത്, സർവം മുഴുവനും, നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക്, ഞങ്ങളോട്, സമാചക്ഷ്വ പറഞ്ഞു തന്നാലും, പൃഷ്ടോ യതി ഹ കിഞ്ചന, പൃഷ്ട എന്ന് പറഞ്ഞാൽ ചോദിക്കപ്പെട്ടുവോ, യതി എങ്കിൽ, ക്ഷമിക്കണം, യതിഹ കിഞ്ചന ആണ്. യത് ഇഹ കിഞ്ചന ആണ്. യത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ, ഇഹ ഇപ്പോൾ ഇവിടെ എന്താണോ ചോദിക്കപ്പെട്ടത് അത്. യത് ഇഹ കിഞ്ചന, അത് മുഴുവനും, അതൊക്കെയും ഞങ്ങളോട് പറഞ്ഞു തന്നാലും. മന്യേ ത്വാം വിഷയേ വാചാം. മന്യേ, ഞങ്ങൾ ഇങ്ങനെ കരുതുന്നു. എന്ത്? ത്വാം, അങ്ങയെ, വിഷയേ, വാക്കുകളുടെ വിഷയത്തിൽ, വാചാം എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ആ വിഷയത്തിൽ, സ്നാതമന്യത്ര ഛാന്ദസാത്. സ്നാതം അന്യത്ര, രണ്ട് വാക്കുകളാണ് അവിടെയുള്ളത്. സ്നാതം എന്ന് പറഞ്ഞാൽ പാരംഗതനായിട്ട്, അഥവാ അത് പറഞ്ഞു തരാൻ ഏറ്റവും യോഗ്യനാണെന്ന്. അന്യത്ര, വൈദികങ്ങളെ ഒഴിച്ച്. ഛാന്ദസാത്, ഛാന്ദസം എന്ന് പറയുന്ന വൈദികങ്ങൾ. ഛാന്ദസാത് അന്യത്ര എന്ന് പറഞ്ഞാൽ വൈദികങ്ങളെ ഒഴിച്ചിട്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾ കുറേയേറെ ചോദ്യങ്ങൾ അങ്ങയോട്, ഞങ്ങളുടെ സംശയങ്ങൾ അങ്ങയോട് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഞങ്ങൾ ഏതേത് സംഗതികളെക്കുറിച്ച് അങ്ങയോട് ചോദിച്ചുവോ അതെല്ലാം അങ്ങ് വിസ്തരിച്ച് വേണ്ട വിധത്തിൽ ഞങ്ങളോട് പറഞ്ഞു തരയണമേ. വേദവാക്യങ്ങളെ ഒഴിച്ച് മറ്റുള്ള വാക്കുകൾക്ക് ഗോചരമായിട്ടുള്ള അർത്ഥത്തിൻ്റെ പാരംഗതനായിട്ട് ഞങ്ങൾ അങ്ങയെ കരുതുന്നു എന്ന് പറഞ്ഞാൽ, വേദങ്ങൾ പഠിച്ച് അതിലൂടെ മഹത്വം നേടിയ വ്യക്തിയല്ല സൂതൻ. ഭഗവത് കഥകളിലൂടെ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിയ വ്യക്തിയാണ് സൂതൻ. ഇവിടെ വേദപണ്ഡിതരാണ് ഈ ഇരിക്കുന്ന മഹർഷിമാരൊക്കെയും. വേദങ്ങളൊക്കെ നന്നായി അറിയുന്നവരാണ്. പക്ഷെ ആ ജ്ഞാനികൾ പറയുകയാണ്, ഞങ്ങൾക്കറിയാൻ വയ്യാത്ത ഒന്ന്, ഈ വേദങ്ങൾക്കും മുകളിലായി നിൽക്കുന്ന ഒന്നിനെ
അതാണ് വേദങ്ങളിൽ നിന്നും അന്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞത്. കാരണം ഈ വേദങ്ങൾ മുഴുവൻ പഠിച്ചിട്ട് അതും മുഴുവനും കൂടി കാച്ചി കുറുക്കിയെടുത്ത സത്താണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത്. ഭഗവൽ കഥകൾ എന്ന് പറയുന്ന, ഭഗവൽ ചരിതം എന്ന് പറയുന്ന അതിനും മേലെയാണ്. അതുകൊണ്ട് പറയുകയാണ്, ഈ വൈദികങ്ങളായിട്ടുള്ള കാര്യങ്ങളല്ലാത്തതായിട്ടുള്ള വേദപരങ്ങളായിട്ടുള്ള വിഷയങ്ങൾക്കും അതീതമായി നിൽക്കുന്നതായിട്ടുള്ള പരമമായ ഉത്തമമായ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞു തരുവാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ ഈ സംശയങ്ങളൊക്കെ അങ്ങ് തീർത്തു തരണമേ, എല്ലാം ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരണമേ. അതിനേറ്റവും പാരംഗതനാണ് അങ്ങെന്ന് ഞങ്ങൾ അറിയുന്നു, ഉത്തമനാണ്, യോഗ്യനാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത്സർവം ന സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാം സ്നാതമന്യത്ര ഛാന്ദസാത. ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ന സമാചക്ഷ്വ, അവിടെ സ കൂട്ടക്ഷരമാണ്. ചില ഗ്രന്ഥങ്ങളിൽ നഹ സമാചക്ഷു എന്ന് 2 വാക്കുകളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. കഴിയുന്നതും അത് ചേർത്ത് വായിക്കുന്നതാവും കൂടുതൽ ശരിയായിട്ടുള്ളതെന്ന് ആചാര്യന്മാർ പറയാറുണ്ട്. അതുപോലെ സ്നാതമന്യത്ര, സ്നാതം അന്യത്ര ആണ്. മായുടെ അകാരം ശ്രദ്ധിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള ഒരു ശ്ലോകമാണത്. ഇനി അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. കാരണം സൂതൻ മറുപടി പറഞ്ഞ് തുടങ്ങുകയാണ്. ഈ ഒരു ശ്ലോകത്തോടു കൂടി ശൗനകാദി മഹർഷിമാരുടെ സംശയം അല്ലെങ്കിൽ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ആ അവസാനിപ്പിക്കുമ്പോഴും നോക്കൂ, മഹർഷിമാരുടെ ആ ഒരു മഹത്വം, വലിപ്പം നോക്കൂ. അവസാനം പറഞ്ഞു, ഞങ്ങൾക്കിത് പറഞ്ഞു തരുവാൻ, വേദങ്ങൾക്കും അതീതമായിട്ടുള്ള അറിവിനെ ഞങ്ങൾക്ക് പകർന്നു തരുവാൻ, ആ അറിവ് ഞങ്ങൾക്കില്ല. അതും അറിയുന്ന അങ്ങ്, അതിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള അങ്ങ് ഞങ്ങൾക്കിത് പറഞ്ഞു തരയണമേ. അറിവ് നമ്മൾ അറിയും തോറും പൂർണ്ണമല്ല എന്ന് അറിയുന്ന ഒന്നാണ് അറിവ്. ബാക്കിയെല്ലാം നിറയ്ക്കും തോറും അത് നിറയും. പക്ഷെ അറിവ് മാത്രം നിറയ്ക്കും തോറും അത് അപൂർണമാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതിന് പൂർണ്ണതയില്ല. അതിന് മുകളിൽ 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 ഇനിയും അറിയുവാനുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാക്കി തരുന്നതാണ് പ്രത്യേകിച്ചും ആത്മീയമായ അറിവ് എന്ന് പറയുന്നത്. അത് എൻഡ്ലെസ് ആണ്, അതിനൊരു അന്തമില്ല, ആഴമേറിയതാണ്. കാരണം അത് ഭഗവത് സംബന്ധിയാണ്. നമുക്കറിയാം, വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാന്റെ ഒരു നാമം തന്നെ ഗർത്തം എന്നാണ്. അത് വലിയൊരു കുഴിയാണ് എന്ന് പറഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും തോറും അതിൻ്റെ ആഴം കൂടുതലാണ് എന്ന് നമ്മൾ അറിയും. അതായത് ഇനിയും 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 അറിയുവാനുണ്ട് എന്നുള്ള തിരിച്ചറിവുണ്ടാക്കി തരുന്ന, അതുവരെ അല്പം അറിവുകൊണ്ട് എന്തൊക്കെയോ അറിഞ്ഞു എന്നുള്ള അഹങ്കാരബോധത്തെ ഇല്ലാതെയാക്കി തരുവാൻ ഓരോ പടി താഴേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോഴും ഭഗവത് വിചാരത്തിലൂടെ ഭഗവാനെ അറിയുവാൻ കൂടുതൽ കൂടുതൽ അങ്ങോട്ട് ഭഗവാനിലേക്ക് ഇറങ്ങിച്ചെല്ലും തോറും ഈ ലൗകിക തലത്തിൽ നിന്നും മുകളിലേക്ക് ഉയർന്നുയർന്നുയർന്നു പോകും തോറും നമ്മൾ അറിയും, നമ്മൾ അറിഞ്ഞതൊന്നും അറിവല്ല, അറിയുവാൻ ഇനിയും ഏറെയുണ്ട് എന്ന് തിരിച്ചറിയും നമ്മൾ. ആ ഒരു അവബോധം നമ്മളിൽ ഉണ്ടാക്കി തരുന്നതാണ് ഈ ഒരു ശ്ലോകം. ശൗനകാദി മഹർഷിമാരുടെ ഈ ഒരു വിനയപൂർവമായിട്ടുള്ള അപേക്ഷ. നമുക്കിനിയും 14ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാം. ഹരേ കൃഷ്ണ.